ഹലോ, എല്ലാവർക്കും നൗറാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോക്ക് കടക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ബണ്ണാണ്. ഇതിൽ കോഴിമുട്ടയൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വീറ്റ് ബൺ. ഇത് നമുക്കൊരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബണ്ണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഉണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് വെക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ അലിഞ്ഞ് ചേരും. അപ്പോൾ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം തന്നെ ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം നമ്മളിതുപോലെ അതിനെ ചേർത്ത് വെച്ചിട്ട് മാറ്റി വെക്കുക. നമ്മളൊരിക്കലും അത് ചേർക്കണ നേരത്ത് വെച്ചിട്ട് അതിലേക്ക് ചേർക്കരുത്. അതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ വെള്ളത്തിൽ ചേർത്ത് വെക്കണം. ഇനി ഞാൻ മൈദ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വീറ്റ് ബണ്ണാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. പൊടിക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് അലിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറച്ചൊക്കെ ഉപയോഗിക്കാം. ഒരുപാട് ചേർത്തിട്ട് മാവ് ലൂസാവുന്ന രൂപത്തിലേക്കാവുകയും ചെയ്യരുത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിരുന്നു. അതിൽ വീഡിയോ മിസ്സായി പോയതാണ്. പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് ചേർത്തിട്ട് നമ്മൾ ഇതിനെ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിതിനെ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതിൽ കോഴിമുട്ട ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വേറെ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾ പാല് ചേർത്തിട്ട് കുഴച്ചൊരു മാവ് പോലെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഏറിപ്പോവുകയും ചെയ്യരുത് വെള്ളം. എന്നാലോ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു മാവായിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിൽ പാല് ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. പാല് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒരു സോഫ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന ഈ ഒരു രൂപത്തിൽ, ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളമാണ് അതിൻ്റെ രൂപം എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ മുട്ട ചേർക്കാതെ ചെയ്യുന്നതിൽ ഇതുപോലെ തൈര് ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത ടൈപ്പ് തൈര് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ കൂടുതൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. എന്നാൽ നല്ലോണം പൊങ്ങി റെഡിയായി വന്നോളും. അപ്പോൾ ആദ്യം പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടതിൻ്റെ ശേഷം അതിൽ മാവ് ഇറക്കി വെച്ചിട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. ഞാനിവിടെ ഒരു തുണി വെച്ചിട്ടാണ് ഇതിനെ അടച്ചു വെക്കുന്നത്. ആ തുണിയെ നമ്മൾ അടച്ചു വെക്കുന്ന തുണിക്ക് ചെറിയ നനവുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നതാണ്. മാവൊക്കെ നല്ലോണം ആക്റ്റീവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്നും കൂടെ നമുക്ക് കുഴച്ച് ഒന്നിങ്ങനെ പരത്തിയെടുക്കുക. അതിലേക്ക് ബട്ടർ ചേർക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മൾ ബട്ടറിൻ്റെ പീസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു 2 ടീസ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബട്ടർ ചേർക്കുമ്പോൾ ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് അതിലേക്ക് പെട്ടെന്നാണ്ട് മെൽറ്റായി കിട്ടുള്ളൂ, അലിഞ്ഞ് ചേരുള്ളൂ മാവുമായിട്ട്. അതിനെ ചേർത്തെടുക്കാൻ കുറച്ച് പണിയാവും. ഞാനിത് എടുത്തു വെച്ചത് തന്നെ കുറച്ച് വൈകി പോയിട്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞ് ചേർന്നില്ല. കുറച്ച് ടൈം പിടിച്ചു അതിനൊന്ന് അതിലേക്ക് കുഴച്ച് ചേർത്തെടുക്കാനായിട്ട്. അപ്പം ഇനി ആ മാവും ബട്ടറും കൂടെ നല്ലോണം നമുക്ക് മിക്സാക്കിയിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്ന രൂപത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ നല്ല ഉള്ളിലേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് ഇരിക്കുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി അതല്ലെങ്കിൽ നിങ്ങളടുത്ത് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അത് വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ബണ്ണിൻ്റെ ഇടയിലായിട്ട് ആ മുന്തിരിയും ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഓരോന്ന് റോളാക്കി എടുക്കണം. സാധാരണ ഏത് വലുപ്പത്തിൽ നമ്മൾ ബണ്ണിൻ്റെ റോൾ അനുസരിച്ച് റോളാക്കി എടുക്കുക.
നല്ല ഷേപ്പിൽ തന്നെ റോളാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ആ ബണ്ണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാനിങ്ങനെ ഒരു റോളാക്കി ഇതിലെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ റോളാക്കേണ്ടത്. ഇങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു ബട്ടറും മൈദയും കൂടെ മിക്സാക്കി എടുത്തൊരു ടിന്നിലാണ്. ആ ടിന്നിലേക്ക് ഞാനിതുപോലെ മാവെല്ലാം തന്നെ റോളാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതുപോലെ പാല് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ട വെച്ചിട്ടും ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുമ്പ് ദിൽക്കുഷ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ മുകളിൽ നമ്മൾ കോഴിമുട്ട നല്ലോണം അടിച്ചിട്ട് അത് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അതിന് പകരം യൂസ് ചെയ്യുന്നതാണ്. രണ്ടും ചെയ്താലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് അതിന് കിട്ടുന്നത്. കാരണം അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ബ്രൗൺ ആയിട്ട് നല്ലൊരു ബണ്ണിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും, അതിൻ്റെ ഒരു നിറം കിട്ടും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നത് ഓവണിലല്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾ ഓവണിലുള്ളവർക്ക് ഓവണിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓവൺ കയറ്റി വെച്ചിട്ടും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിതിൽ ഓവൺ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ആ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് മുകളിൽ വെച്ച് കൊടുത്തതേ ഉള്ളൂ. ചിലപ്പം വെന്ത് വരുമ്പോൾ പുറത്ത് ചാടി പോവുകയൊക്കെ ചെയ്യും. എന്നാലും ഞാനൊരു രസത്തിന് വേണ്ടി വെച്ച് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ബണ്ണ് ഇവിടെ ടിന്നിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ പാത്രത്തിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. കാരണം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടിന്ന് നല്ല വലിപ്പമുള്ളതുകൊണ്ട് നല്ല വലിപ്പമുള്ള പാത്രം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഞാനൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിൽ നമ്മൾ ഉപ്പും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ചെറിയൊരു തട്ട് പോലത്തെ അടപ്പ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ടിന്ന് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ടിന്ന് നല്ലോണം ചൂടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ബണ്ണിൻ്റെ റെസിപ്പി അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ആ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. താഴേന്ന് ഇതുപോലെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നീങ്ങി പോയിരുന്നുണ്ട്. ടൂത്ത് പിക്ക് വെച്ച് ഞാൻ കുത്തി നോക്കിയപ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഉള്ളൊക്കെ നല്ലോണം വെന്തെന്ന് മനസ്സിലാക്കാം. ഈ ഒരു രൂപത്തിലാണ് ഞാൻ ബണ്ണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ആ സ്വീറ്റ് ബണ്ണിൻ്റെ ഇതിന് പഞ്ചസാര ചേർത്തു, അതുപോലെ തന്നെ ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നല്ല ഒരു ഗ്ലൈസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അയക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.